എന്തോ ഈ ഷെഡ്യൂളിലെ 2 പെർഫോമൻസും കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. എങ്ങനെ തോന്നി 2 പെർഫോമൻസ് കഴിഞ്ഞപ്പോ? ഏതാ കുറച്ചുകൂടെ നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് കീർത്തിക്ക് തോന്നിയത്? എനിക്ക് ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. ഫാസ്റ്റ് റൗണ്ട് എനിക്ക് എന്റെ വിചാരിച്ച പോലെ പറ്റിയിട്ടില്ല. അപ്പോൾ അത് ഇതിൽ മാറ്റാൻ പറ്റുമെന്ന് വിചാരിച്ചു. എന്റെ മാക്സിമം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചോദിക്കാം നമുക്ക്. ഓ ചോദിക്കാം.
ചേച്ചി. കീർത്തി, ഓ എന്തോ എന്തൊരു നല്ല മെലഡി, നല്ല സെലക്ഷൻ. ഇഷ്ടപ്പെട്ടു. നല്ല ചിരിച്ചുകൊണ്ട് നിന്ന് പാടി ആ പാട്ട്. നല്ല യു ഹാവ് എ ബ്യൂട്ടിഫുൾ സ്മൈൽ. താങ്ക് യു. നല്ല സുന്ദരിയായി നിന്ന് ഐശ്വര്യമായിട്ട് ആ പാട്ട് അങ്ങ് കൊണ്ടുവന്ന് പാടി. ഇതാരാണ് ഇതിന്റെ ക്രിയേറ്റേഴ്സ്? തുമ്പോളിക്കടപ്പുറം എന്ന മൂവിയിലെ യെസ്. ONV സാറ് എഴുതിയ സലീം ചൗധരി സാറ് ആര്? സലീൽ ചൗധരി സാറ് മ്യൂസിക് ചെയ്ത് സലീം ചൗധരി എന്നാ കേട്ടത്. സലീൽ ചൗധരി സാറ് മ്യൂസിക് ചെയ്ത് ചിത്രാമ്മ പാടിയ പാട്ട്. ഓ, നമ്മളെ സലീൽദാടെ മ്യൂസിക്. ഓ മൈ ഗോഡ്, എന്തോ ഒരു ഭംഗിയാണ് ആ ഓളങ്ങളെ. ആഹാ, അത് മനോജേട്ടൻ ഇവിടെ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു. ലാസ്റ്റ് മൂവി ആയിരുന്നു സലീൽദാട്. അപ്പൊ ഇത് മനോഹരമായ കാതിൽ തേന്മഴയായി, അതൊക്കെ ഈ പടത്തിലുള്ളതാണ്. ബ്യൂട്ടിഫുൾ സോങ്സ്. ആ, എന്തായാലും മോളെ നല്ല സെലക്ഷൻ, നന്നായി പാടുകയും ചെയ്തു. ഇതിലൊരു എന്താ പറയാ, സ്മൂത്ത് ആയിട്ട് പാടിപ്പോയി. നല്ല നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. എന്നാൽ ഒരു ഭയം എവിടെയോ, ഇത് ശരിയാകുമോ, ശരിയാക്കണമല്ലോ എന്നുള്ള ഒരു വലിയ കടമയെടുത്ത് തലയിൽ വെച്ച് പാടുന്ന പോലെയാണ് തോന്നിയത്. മോള് കുറച്ചുകൂടെ ഒന്ന് ഈസി ആവാമായിരുന്നു. അപ്പം അതാണ് എനിക്ക് തോന്നിയത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ആ ഒരു പെർഫെക്ഷനിലേക്ക് ഇനിയും എത്താം. അല്ലാതെ യു ഹാവ് എ ബ്യൂട്ടിഫുൾ വോയിസ്. നല്ല ഒരു അറ്റംപ്റ്റ് തന്നെയാണ്. നന്നായി പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ശരത് സർ. കീർത്തി, എന്തോ സർ? സുഖാണോ? സുഖം ആണ്. എന്ന് വേണമെങ്കിൽ പറയാം. സുഖമല്ലേ? സുഖമില്ല. ആ, അതെനിക്ക് കണ്ടപ്പോ തോന്നി. എന്തായിരുന്നു പ്രശ്നം? ഞാൻ ചോദിക്കോ, എന്താണ് അസുഖം പറഞ്ഞോളൂ. അല്ല, ഇവിടെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയല്ല. ഞാൻ ഇവിടെ വന്നപ്പോഴേ ഓൾറെഡി വയ്യാണ്ടായിട്ടാണ് വന്നത്. അപ്പൊ ഇവിടെ കാണിച്ചു, ഇവിടെ തന്നെയാണ് ENT കാണിച്ചത്. അപ്പോ ചെസ്റ്റ് ഇൻഫെക്റ്റഡ് ആണ്, പിന്നെ സൈനസിന്റെ പ്രശ്നമുണ്ട്, പിന്നെ ത്രോട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓയ്യോ, അതാണ് എന്റെ 2 റൗണ്ടും പറ്റാഞ്ഞത്. അത് കുഴപ്പമില്ല. ഇതൊക്കെ പക്ഷെ അത് കൃത്യമായി ട്രീറ്റ് ചെയ്യുക കേട്ടോ. നല്ല ഡോക്ടേഴ്സിനെ കണ്ട്, കാരണം ഡോക്ടേഴ്സിന്റെ ഗിനിപ്പിക്കായി പോകരുത്. അവര് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ജീവൻ ആയിട്ട് അവിടെ പോയി കടന്നു കൊടുക്കരുത്. നല്ല ഡോക്ടറിന് പോയി കാണുക, അതിന് കൃത്യമായിട്ട് അതിന് മരുന്ന് ചെയ്താലേ പറ്റത്തുള്ളൂ കേട്ടോ. അല്ല, ഞാൻ സാർ ഇവിടെ വന്ന് കാണിച്ച ENT എനിക്കൊരു ടോണിക് എഴുതി തന്നു. ഓൾമോസ്റ്റ് എനിക്ക് കിട്ടുന്ന ഒരുവിധം ടോണിക്കുകളൊക്കെ ഒരു പകുതി വരെ മാക്സിമം നമ്മൾ കുടിച്ചിട്ട് വീട്ടിലിരിപ്പുണ്ട് കുറെ ടോണിക് അങ്ങനെ. പക്ഷെ ഇത് ഞാൻ ഈ 5 ദിവസം കൊണ്ട് രാവിലെ ഉച്ചയ്ക്ക് രാത്രി 10 മില്ലി വീതം ഞാൻ കുടിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ ദേഹം മൊത്തം ഇങ്ങനെയായിരുന്നു, കൈ അത്രയും. ചിലത് നമ്മൾ ചില മരുന്ന് എടുക്കുമ്പോ നമുക്കൊരു വിറയലുണ്ടാവും, അത് സ്വാഭാവികം. അത് നോക്കാം. അതിപ്പോ അത് കഴിഞ്ഞു, ആ കുപ്പി മൊത്തം കഴിഞ്ഞു. വെള്ളം കുടിക്കുന്നതിന് വരെ ഇതായിരുന്നു കുടിച്ചത്. അല്ല, 10 മില്ലി വെച്ചിട്ട് 5 ദിവസമായി. മാറ്റങ്ങളുണ്ടോ? ഒരു മാറ്റവും പിന്നെ അത് കുടിക്കണ്ട, കഴിഞ്ഞു. ചുമ്മാ ഇങ്ങനെ വിറയ്ക്കാനാകെ അത് കുടിക്കുന്നതിന് വേറൊരു മാറ്റവും ഇല്ല. അതിന്റെ ഒരു വിറപ്പാണ് ഈ ഉടനീളം ഈ പാട്ടിലുണ്ടായിരുന്നത്. അതിനൊന്നും ഒരു കൺഫ്യൂഷനും വരേണ്ട കാര്യമില്ല. ആ ഫോർത്ത് കോഡ് ഉള്ളപ്പോ അതങ്ങ് വരണ്ടേ തൊണ്ടയില്. അത് ഈ മൂക്ക് വൈബ്രേറ്റ് ആവാണ് ആ ഒരു പോർഷൻ നോട്ട് എത്തുന്ന സമയത്ത്. അപ്പൊ ഞാൻ അല്ല ഇവിടെ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നു വെള്ളിമണിയില് അല്ലേ? വെള്ളിമണി തുള്ളുന്നു. ഇപ്പൊ വൈബ്രേറ്റ് ആയില്ലേ? ചില നേരത്ത് കിട്ടൂല സർ. അത് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് തൊണ്ടയ്ക്കല്ല, മണ്ടയ്ക്കാ പ്രോബ്ലം. അത് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ആവശ്യമില്ലാത്ത എല്ലാം ടോണിക് എല്ലാം കൂടെ കുടിച്ച് കുറേയൊക്കെ മേടിച്ച് ഞാൻ വീട്ടിൽ വെച്ച് അവിടെ ഇരിപ്പുണ്ടത്. എന്തിനാണ് ഇതെല്ലാം കൂടെ മേടിച്ച് ശേഖരിക്കുന്നത്? നമുക്കൊരു മരുന്ന് കഴിച്ചിട്ട് അത് ശരിയാവുന്നില്ല, അത് നിർത്തുക കേട്ടോ. അത് നമുക്ക് കറക്റ്റായിട്ടുള്ളതായിരിക്കത്തില്ല. പിന്നെ അത് ഈ ഒരു പേടി മൊത്തത്തിൽ ഫീൽ ചെയ്തത് അത് ചിലപ്പോൾ ഈ ഒരു ശാരീരിക അവസ്ഥ ഈ മരുന്നും കൂടെ കുടിച്ച് വിറപ്പ് മൂക്കും ഒക്കെ വിറയ്ക്കല്ലേ. അപ്പോൾ പിന്നെ അതുകൊണ്ടായിരിക്കും. അതൊന്നും മാറ്റണം. അല്ലാതെ നമുക്കത് ഇപ്പോൾ എന്നിട്ട് പറഞ്ഞിട്ടും കാര്യമില്ല. അത് കൃത്യമാവാം. ഓളങ്ങളെ ആ ഒരു ചെറിയ ഓടങ്ങളെ പറഞ്ഞില്ല, അടിച്ച് കരണക്കുറ്റി പൊട്ടിക്കോടാ ഓളമേ, അതല്ല. ആ ഒരു ചെറിയ ബെൻഡൊരു സുഖമാണ്. അതൊക്കെ നോക്കിക്കോണം. ഇതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതിന് കുറേയും കൂടെ അഴകതില്ല. എന്തൊരു വണ്ടർഫുൾ കോമ്പസിഷനാണ്. പക്ഷെ ആ മനുഷ്യനെ എന്ത് ചെയ്യും? നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അയ്യോ, ചെയ്തു വെച്ചേക്കുന്ന പാട്ടുകളെല്ലാം എത്ര പാട്ടുകളാണ് ഏത് വർഷത്തിൽ ചെയ്തേക്കുന്നത്. ഒരു മുഖം മാത്രം കണ്ണിൽ, സാഗരമേ ശാന്തമാകുന്നു, സന്ധ്യേ. അയ്യോ എൻ്റെ അമ്മോ, ഒരു നിവൃത്തിയില്ല. അതൊരു ഐഡന്റിറ്റി ഉള്ള കമ്പോസറെ. ഒന്ന് തുടങ്ങിയാൽ അറിയാം സലിതയാണെന്ന്.
അതാണ് അദ്ദേഹത്തിന്റെ ഗ്രേറ്റ്നെസ്. അപ്പൊ ശരീരം നോക്കിക്കൊള്ളുക ഓക്കെ കേട്ടോ. സാർ. ഓക്കെ ഓൾ ദി സാർ. ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക, ഹായ് കീർത്തി. എന്തോ സാർ? ഞാൻ എല്ലാം ഈ വെള്ളിമണിയാണ് എല്ലാം ഇതിങ്ങനെ ഇട്ടിരിക്കേണ്ടത്. പിന്നെ ഓളങ്ങൾ മുറിയെ ഓളങ്ങൾ അവിടെ നമുക്ക് ആ പറഞ്ഞ ആ കമ്പോസിഷനിൽ ആ ഓളങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും. ആ വേവ്സിൻ്റെ ആ വേവ് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം അങ്ങനെ ഒന്ന് രണ്ട് കാര്യം ഇപ്പം ഇങ്ങനെ ഒരു ത്രോട്ട് ഇഷ്യൂ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കിത് വരില്ല എന്തായാലും. കാരണം ഇത് ഹൈലി ഡൈനാമിക്സ് ഓറിയൻറ്റഡ് സോങ് ആണ്. അപ്പം ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കിത് വരില്ല. അപ്പം നമുക്കതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ടും കാര്യമില്ല. മീൻസ് നല്ല ശബ്ദമായിരുന്നു, പറഞ്ഞ പോലെ നല്ല ചിരിച്ച് നല്ല പ്ലസൻ്റ് ആയിട്ട് കീർത്തി പാടിയിട്ടുണ്ട്. സോ ഗുഡ് ജോബ്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു ഷാനിക്ക. ഓക്കെ, ഓ മാർക്സ് ചോദിക്കാം. ചോദിക്കാം. അയ്യോ ചേച്ചി, ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. ഞാനിവിടെ വന്നപ്പോൾ മുതൽ കൂടുതലും വീട്ടിലത്തെ കാര്യം പറയുന്ന സമയത്ത് അമ്മേനെയാണ് കൂടുതൽ പറയാറുള്ളത്. പക്ഷെ ഞാൻ അച്ഛനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ എന്താണ് പറയാത്തത്, അച്ഛനെ പറ്റി എന്താണ് പറയാത്തത് എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അച്ഛനെ പറ്റി പറയാഞ്ഞിട്ടോ ഇഷ്ടമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, സമയം കളയണ്ടെന്ന് വിചാരിച്ചു. അതല്ല, പൊതുവെ ഇങ്ങനത്തെ റിയാലിറ്റി ഷോക്കൊക്കെ കൂടുതലും പോവാനൊക്കെ പറഞ്ഞ് ഉന്തിത്തള്ളി വിടുന്നത് അമ്മയാണ്. അച്ഛൻ ഒരു ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അച്ഛനാണ് എന്നെ കൂടുതലും പ്രോഗ്രാംസിനൊക്കെ കൊണ്ടുപോകാറുള്ളത്. ഏറ്റവും കൂടുതൽ എന്നായിട്ട് കണക്റ്റഡ് ആയണം അമ്മ. ആ വഴക്കും അറിയാം. അച്ഛൻ പക്ഷെ ഭയങ്കര ക്ലോസ്ഡ് ആണ്, അങ്ങനെ വഴക്കൊന്നും പറയില്ല, ഭയങ്കര കാര്യമായിട്ടാണ് കൊണ്ടു നടക്കുക. അപ്പം അച്ഛൻ എന്ന് പറയുന്ന ആള് എന്നെ സംബന്ധിച്ച് അച്ഛൻ്റെ ലൈഫിലെ ഒരു പകുതി ജീവിതം ഞാനൊരു പ്രോഗ്രാമിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അച്ഛൻ ഉറങ്ങിപ്പോയി. ഓക്കെ. വണ്ടിയിൽ വരുന്ന സമയത്ത്. അപ്പൊ അച്ഛൻ ആക്സിഡന്റ് ആയി. അച്ഛൻ്റെ ഒരു കാല് ഫുള്ള് സ്റ്റീലാണ്. ഓക്കെ. അപ്പം അച്ഛൻ്റെ അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം മൊത്തം അച്ഛൻ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അതിന്റെ മുകളിൽ മോൾക്ക് ആ കാലിന് തന്നെ എല്ലാം പറ്റുന്നു. പിന്നെ ഇങ്ങോട്ട് അത് കഴിഞ്ഞു അത് ബെൻഡായി, ഉള്ളിലുള്ള സ്റ്റീല്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അച്ഛൻ്റെ ഭാഗത്തിന്. അപ്പോൾ അച്ഛനായിട്ട് ഞാൻ ഭയങ്കര കണക്റ്റഡ് ആണ്. അങ്ങനെ ഒരു കാര്യമുള്ളതുകൊണ്ട് തന്നെ പിന്നെ അതിന് ശേഷമാണ് ഞാൻ കുറച്ചുകൂടെ ഈ ഫീൽഡിലോട്ട് വരികയും ചെയ്തത്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് പോവാനും പ്രോഗ്രാംസ് ചെയ്യാനും ഒക്കെ തുടങ്ങിയത്. അപ്പം അച്ഛൻ എപ്പോഴും എൻ്റെ ഹീറോ തന്നെയാണ്. അച്ഛന്റെ പേരെന്താണ്? നമുക്ക് അച്ഛനെ പരിചയപ്പെടാം. എന്താ അച്ഛ പേര്? മുരളീധരൻ. ഓക്കെ. അച്ഛനിപ്പോ വർക്ക് ചെയ്യുന്നുണ്ടോ? ഓക്കെ. ഇപ്പൊ എന്താണ് റിയാലിറ്റി ഷോയിൽ കിട്ടിയില്ലേ കീർത്തിക്ക്? എന്ത് തോന്നുന്നു അച്ഛാ? വളരെ സന്തോഷം. അപ്പൊ ആ പരാതി മാറി. ഞങ്ങൾ അച്ഛനെ കുറിച്ച് പറഞ്ഞു അല്ലേ? അവർക്ക് എല്ലാവരും അമ്മയെ കുറിച്ച് മാത്രം പറഞ്ഞു എന്നായിരുന്നു പറഞ്ഞത്. ഇപ്പൊ അച്ഛനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും മാർക്സ് ചോദിക്കാം. ചേച്ചി. കീർത്തിക്കുട്ടിക്ക് ഇന്ന് 8 മാർക്ക്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ. കീർത്തി 7.9. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശരത് സർ. ഷാനിക്ക. ഓക്കെ. സോ ടോട്ടൽ 15.9. താങ്ക് യു. ഓക്കേടാ. ഓൾ ദ വേ.